നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ടൊരു ദിനമാണ്. ഇന്ന് ഷഷ്ഠിവ്രതം ആചരിക്കേണ്ട ദിനമാണ്. ഇന്നാകുന്നു ഷഷ്ഠിവ്രതം. ഇന്ന് 1201 മേടമാസം 8-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 22-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:14, അസ്തമയം വൈകിട്ട് 6:42. ഇന്നത്തെ രാഹുകാലം ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യ പൂജക്ക് ഇത്ര നല്ലൊരു ദിവസമില്ല. ഷഷ്ഠിവ്രതം എടുക്കാം. തങ്ങളുടെ സന്താന ശ്രേയസ്സിനും അവരുടെ പഠനത്തിനും അവരുടെ വിവാഹ വിഷയത്തിലേക്കും, അല്ലെങ്കിൽ അവർക്ക് നാളെ സന്താനങ്ങളില്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണെന്ന് അറിയാം. പ്രാർത്ഥന എന്താണ്? ഓം ഭജദ്ഭുവേ നമഃ. വാക്കിൻ്റെ ദേവതയാണ് സുബ്രഹ്മണ്യൻ. ഞങ്ങൾ ജ്യോതിഷികളെല്ലാം തന്നെ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കും. ഓം ഭജദ്ഭുവേ നമഃ. സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥനയുണ്ട്. ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിം ദിവ്യമയൂര വാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. ആ പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും ഇന്നത്തെ ദിനം. പിന്നീട് ഇന്നത്തെ ദിനത്തിന് മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ ദിനം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര വിദ്യ ദാനം ചെയ്യുവാൻ ഏറ്റവും നല്ലതാണ്. വിദ്യാരംഭം കുറിക്കാൻ ഏറ്റവും നല്ല നക്ഷത്രമാണ് ഒന്ന് തിരുവാതിര. ബാക്കിയൊരു ശുഭകാര്യങ്ങൾക്കും തിരുവാതിര നക്ഷത്രത്തെ നാം സ്വീകരിക്കില്ല. ഇന്ന് ബുധനാഴ്ചയാണ്, തിരുവാതിര നക്ഷത്രമാണ്, വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ്. അതിനാൽ കുരുന്നുകൾക്ക് വിദ്യ കൊടുക്കുവാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ദിനം തിരഞ്ഞെടുക്കുക. ഏറ്റവും നല്ല സമയമാണ് 9:15 മുതൽ 10:15 വരെയുള്ള സമയം. അത് വ്യാഴ കാലഹോരയാണ്. വിദ്യയുടെ വിദ്യാപതിയായ ബൃഹസ്പതി വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല സമയം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാം. തിരുവാതിര മറ്റൊരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കില്ല. അത് ഒരു തരത്തിലും വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ വരാത്ത 7 നക്ഷത്രങ്ങളിൽ പെടുന്നു. ആയില്യപൂജ, സർപ്പബലി. അപ്രകാരം തന്നെ എന്ത് ചെയ്യണം? കേരളത്തിൽ വെളിയിലാണെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന, ഇതൊക്കെ ചെയ്താൽ വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ്. സുബ്രഹ്മണ്യനും നാഗങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. പെർളശ്ശേരി സ്വാമി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ വളരെ പ്രശസ്തമാണ്. അവിടെ സുബ്രഹ്മണ്യനാണ് പ്രധാനപ്പെട്ട വഴിപാട്. ഉപദേവതകളാണ് നാഗം. അപ്രകാരം കേരളത്തിൽ നിങ്ങൾക്കറിയാം, മണ്ണാർശാലയും ഹരിപ്പാടും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. വളരെ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളാണ്. ഏറ്റവും അധികം നാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവത സുബ്രഹ്മണ്യ സ്വാമിയും അപ്രകാരം തന്നെ ശിവനുമാണ്. അതിനുശേഷമാണ് മറ്റെല്ലാ ദേവതകളും. വിഷ്ണുവിന് അനന്തൻ്റെ പുറത്താണ് വിഷ്ണുവിൻ്റെ കിടത്തം. ബാക്കി ശൈവമായ തക്ഷകൻ ഒക്കെ തന്നെ വരുന്ന നാഗങ്ങളെല്ലാം തന്നെ ശൈവമായ ബന്ധം, വാസുകി ഒക്കെ തന്നെ ശൈവമായ ബന്ധം കൂടിയ നാഗങ്ങളാണ് അറിയണം. സുബ്രഹ്മണ്യ സ്വാമിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നല്ലൊരു ഇന്നത്തെ ദിനം സുബ്രഹ്മണ്യ സ്വാമിയെയും നാഗങ്ങളെയും ആരാധിച്ചുകൊണ്ട് വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.